എന്ന് പണി കുറവാണോ വിചാരിച്ചോ അന്നായിരിക്കും ഏറ്റവും വൈകുക കേട്ടോ. അടുക്കള പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുളിക്കാനും വീട് വൃത്തിയാക്കാനൊക്കെ ആയിട്ട് കുറേ ടൈം എടുത്ത് ഫോൺ നോക്കിയിരുന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഉച്ചവരെ ആക്കും ട്ടാ. ഇന്നതേ കാലത്തേക്ക് അപ്പമാണ്. അപ്പോൾ അതേ അപ്പത്തിൻ്റെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. ഗ്രീൻ പീസ് കറികളുണ്ട് തന്നെ പ്രത്യേകിച്ച് ഇതിന് കറികളൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വേഗം അപ്പം ചുട്ടെടുക്കുക, അവർക്ക് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ കറിയൊക്കെ വേഗം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട്. അപ്പോൾ അതേ നമ്മൾ ഇക്കാക്ക് നേരത്തെ പോകണം. അപ്പം പിന്നെ വേഗം ഒന്ന് കഴിക്കാനൊക്കെ കൊടുത്തു കേട്ടോ. അവരൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് ഞാനും കഴിച്ച് കഴിഞ്ഞു. എന്നിട്ട് അതേ പിന്നെ മെല്ലെ തുടങ്ങി കേട്ടോ പണികൾ. അപ്പോൾ പയറ് തലേ ദിവസം തന്നെ നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പാലക്കാട്ട് തന്നെ സ്വന്തം പുളിച്ചാറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ പണിയും കുറച്ച് എളുപ്പമാണ്. മറ്റുള്ള കറികളൊക്കെ വയ്ക്കുന്ന സമയത്ത് തേങ്ങ അരക്കലും പിടിക്കലൊക്കെ ആയിട്ട് കുറേ ടൈം വേണം. ഇതാകുമ്പോൾ പുളിച്ചാറിനാകുമ്പോൾ ഒരു പണിയില്ല കേട്ടോ. ഈ പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയാണ് കേട്ടോ. ഈ പച്ചമുളകൊക്കെ 3 തരം പച്ചമുളകുണ്ട് നമ്മുടെ വീട്ടിൽ. പിന്നെ പടവലങ്ങയും കാര്യങ്ങളൊക്കെ കൈപ്പയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ മഴയായതുകൊണ്ട് തന്നെ എല്ലാം അളിഞ്ഞു പോകാം. ഇന്ന് ഗ്യാസിൽ ഒരുമിച്ചിട്ടുണ്ട് 2 അടുപ്പും ഒരുമിച്ച് വെച്ചിട്ട് 2 പുളിച്ചാറും അതുപോലെ തന്നെ പയറുപ്പേരും ഒരുമിച്ച് തന്നെ വെക്കാമെന്ന് കരുതിയിട്ടാണ്. ഏകദേശമൊക്കെ സെയിം ആയതുകൊണ്ട് തന്നെ ഒരുമിച്ചാവുമല്ലോ. അപ്പോൾ ദേ ഇതിൽ എന്താണ് പുളിച്ചാറിൽ ഉലുവിയിട്ട് വെക്കുന്നു, അതിൽ കടുകിട്ട് വെക്കുന്നു കേട്ടോ. അപ്പോൾ രണ്ടിലേക്കും കുറച്ച് ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി പുളിച്ചാറിലേക്ക് കുറച്ച് പച്ചമുളകും എരിവിന് പച്ചമുളക് ഇടുക. എന്നിട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് പുളിവെള്ളം കലക്കി വെച്ചില്ലേ, കലക്കി വെക്കാന്ന് പിഴിഞ്ഞെടുത്തത് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതാണ് പുളിച്ചാറിൻ്റെ പയറുപ്പേര്. പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പയറും തട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കാണ്ട് അതും ലോ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പയറുപ്പേരും റെഡി ആയിട്ടാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ ചെയ്യാനുള്ള പണികൾ പെണ്ണുങ്ങൾക്ക് എന്തായാലും വീട്ടിലുണ്ടാവും. വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലാത്തവർക്ക് തുണിയലക്കലും വീട് വൃത്തിയാക്കലും കുട്ടികളെ നോക്കലും അടുക്കളയിലെ പണികളും പാത്രം കഴുകലും ഒക്കെ ആയിട്ട് ഒരുപാട് പണികളുണ്ടാവില്ലേ. പക്ഷേ ഇതുപോലെ 4 കൈ കൊണ്ട് ചെയ്യേണ്ട പണികളൊക്കെ 2 കൈ കൊണ്ട് ഇതുപോലെ ഒറ്റ നിമിഷം കൊണ്ട് ചെയ്ത് തീർക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് ഒരുപാട് പെണ്ണുങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് നേരത്തെ പണിയും കഴിച്ചിട്ട് വെറുതെ ഇരിക്കുന്നത്. അല്ലാതെ ചെയ്യാൻ പണിയില്ലാഞ്ഞിട്ടൊന്നുമില്ല. ഉള്ള പണികളൊക്കെ ഭയങ്കര സ്പീഡിൽ ചെയ്തുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതേ അപ്പം തന്നെ ഞാൻ അടുപ്പൊക്കെ ഇപ്പോൾ കത്തിക്കൊണ്ടേയിരിക്കണം. ഈ ടൈമിൽ തന്നെ എണ്ണ തെറിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അതും ആ ടൈമിൽ തന്നെ വേഗം സോപ്പിട്ട് കഴിക്കട്ടോ. അപ്പോൾ അതേ കുറച്ച് ചായ ഉണ്ടായിരുന്നു. എന്ത് ബാക്കി വന്നാലും പിന്നെ നമുക്ക് തന്നെയാണല്ലോ അത് കളയാൻ തോന്നില്ല. പിന്നെ അത് കൂടി ചൂടാക്കിയിട്ട് ഒന്ന് കുടിക്കാമെന്ന് കരുതി. അപ്പോൾ അതും നമ്മൾ കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവിടെ ഉപ്പേരി ഏകദേശം പകുതി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വേഗമുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും അടച്ചു വെച്ചു. ഇവിടെ പുളിച്ചാറ് നമ്മുടെ തിള വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പുളിച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഉപ്പേരിയും കൂടി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അടിക്കലും തുടക്കലും കുളിയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.